നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി.ഡി. സതീശനെ വെറുക്കാനുള്ള കാരണം നാക്കാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞതോടുകൂടി തന്നെ എല്ലാം വ്യക്തമാവുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് വീണ്ടും കേരളത്തിൽ പ്രിയം ഏറുകയാണ്. അതിനിടെ കുടുംബസമേതം ചെന്നിത്തല ശബരിമല യാത്രയിലാണ്. ഭാര്യയും മക്കളും ഒക്കെ തന്നെ ഒപ്പമുണ്ട്. നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയതിന് പിന്നാലെ കോൺഗ്രസിൽ ഭിന്നത ശക്തമായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ എതിർക്കുന്നവർ മുൻ മന്ത്രിയും മുൻ കെ.പി.സി.സി പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നിൽ അണിനിരക്കുകയാണ്. SNDP യോഗം പിന്തുണ ചെന്നിത്തലയ്ക്കുണ്ടെന്നാണ് ഈ പക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. 11 വർഷമായി NSSുമായി ഇടഞ്ഞു നിന്ന ചെന്നിത്തലയെ ഇത്തവണ മന്നം ജയന്തിക്ക് മുഖ്യ പ്രഭാഷകനായി ക്ഷണിച്ചിട്ടുണ്ട്. വൈക്കം SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ഈ മാസം 28-ന് പുറപ്പെടുന്ന ശിവഗിരി തീർത്ഥാടന പദയാത്ര ആശ്രമം ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ചെന്നിത്തലയാണ്. സംസ്ഥാന കോൺഗ്രസിനുള്ള കരുത്താർജിക്കാനായി ചെന്നിത്തലയുടെ നീക്കങ്ങൾക്ക് പ്രമുഖ സമുദായ സംഘടനകളുടെ വേദികൾ തുണയാകുമോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ സജീവമാകുന്നത്. NSSനും SNDPക്കും ഒരേ സമയം തന്നെ ചെന്നിത്തല സ്വീകാര്യനായി മാറുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ പുതിയ സമവാക്യങ്ങൾക്ക് വഴി തുറന്നു കഴിഞ്ഞു. കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ ആണെങ്കിലും വി.ഡി. സതീശന്റെ നിയന്ത്രണത്തിലാണ് നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. സുധാകരനും സതീശനും തമ്മിലുള്ള മാനസിക ഐക്യമില്ലായ്മ പൊതുവേദിയിൽ പോലും പ്രകടമാണ്. അനാരോഗ്യത്തിന്റെ പേരിൽ കെ.പി.സി.സി അധ്യക്ഷൻ പദവിയിൽ നിന്നും സുധാകരനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായതോടുകൂടിയാണ് സതീശന് എതിരെ ഗ്രൂപ്പുകൾക്ക് അതീതമായ നീക്കങ്ങൾ ശക്തമായത്. ചാണ്ടി ഉമ്മൻ MLAയുടെ തുറന്നു പറച്ചിലിനും അതിനെ തുടർന്നുള്ള ചെന്നിത്തലയുടെ അഭിപ്രായങ്ങളും കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ. സുധാകരന് മാറേണ്ട സാഹചര്യമില്ല എന്നുമുള്ള പ്രസ്താവനകളും കൂട്ടിവായിക്കുമ്പോൾ ലക്ഷ്യം വ്യക്തമാണ്. 9 വർഷങ്ങൾക്ക് ശേഷമാണ് മന്നം ജയന്തി സമ്മേളന വേദിയിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം ലഭിക്കുന്നത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കെ 2016 ജനുവരി 2-നാണ് മന്നം ജയന്തി സമ്മേളന വേദിയിൽ ഇടം ലഭിച്ചത്. പിന്നീട് NSS ജനറൽ സെക്രട്ടറി G. സുധാകരൻ നായരുമായുള്ള ബന്ധം ഉലഞ്ഞു. ഇപ്പോൾ ലഭിച്ച ക്ഷണം ഒരു മഞ്ഞുരുകലിന്റെ കൂടി ഭാഗമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തല അവിടുത്തെ കനത്ത തോൽവിയുടെ പാപഭാരം ചുമന്ന കേരളത്തിലെത്തി കളമുറപ്പിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. ഇതിനിടയിലാണ് വീണ് കിട്ടിയതുപോലെ SNDPയിൽ നിന്നും അതുപോലെ തന്നെ NSSൽ നിന്നും ക്ഷണം കിട്ടിയത്. അതേസമയം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തി ആഘോഷത്തിലേക്ക് NSS ക്ഷണിച്ചത് നല്ല കാര്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഏതു നേതാവും സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ ഗുണം കോൺഗ്രസിനാണ്. സംഘപരിവാറിനെ അകത്ത് കയറ്റാതെ ധീരമായ നിലപാടെടുത്ത നേതൃത്വമാണ് ഈ NSSന്റേത് എന്നും സതീശൻ പറയുന്നു. കേരളത്തിൽ UDFനെ തിരികെ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപ് ശശി തരൂരിനെയും കെ. മുരളീധരനെയും NSS ക്ഷണിച്ചിട്ടുണ്ട്. ശിവഗിരിയിലെ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ക്രൈസ്തവ സഭകളുടെ പരിപാടികളിൽ ഞാൻ ഇന്നലെയും പങ്കെടുത്തു. സമൂഹത്തിലെ ആരുമായും ഏത് കോൺഗ്രസ് നേതാവ് ബന്ധം സ്ഥാപിച്ചാലും എനിക്ക് സന്തോഷമാണ്. കോൺഗ്രസ് ഒരു സമുദായത്തെയും മാറ്റി നിർത്തുന്നില്ല. ഇന്ത്യയിലെ മതേതരത്വം മതനിരാസമല്ല. അമിതമായ രാഷ്ട്രീയ കാര്യങ്ങളിൽ മതസംഘടനകൾ ഇടപെടരുത് എന്ന് പറഞ്ഞത് സാമുദായിക വിരുദ്ധ നിലപാടല്ല എന്നും സതീശൻ ഓർമ്മപ്പെടുത്തി.